നമസ്കാരം. തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിൽ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു രസമാണ് കേട്ടോ. ബീട്രൂട്ട് കഴിക്കാത്ത ആൾക്കാർക്കും കൂടിയിട്ട് ഇത് ഉള്ളിൽ ചെല്ലാനായിട്ട് ബീട്രൂട്ട് ഉള്ളിൽ ചെല്ലാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. മാത്രമല്ല ഇപ്പൊ മഴക്കാലല്ലേ, അപ്പൊ നല്ല കുരുമുളകും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു രസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ബീട്രൂട്ട് നല്ലതുമാണല്ലോ. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം പരിപ്പ്. പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. ചെറിയ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ 3 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ ചെറിയ 3 തക്കാളി എടുക്കുക. വാളംപുളി നമ്മൾ ചേർക്കുന്നുണ്ട് എങ്കിൽ കൂടി തക്കാളി. ഇനി ഇത് ഉപ്പോ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് രസപ്പൊടി ഉണ്ടാക്കാം, ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. പിന്നെ ഞാനിവിടെ സ്പെഷ്യലായിട്ട് എടുക്കുന്നത് ഒരു ഒരു നുള്ള് നമ്മുടെ അയമോദകം. അയമോദകം വയറിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരു നുള്ള അയമോദകം എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം അയമോദകം എടുക്കാം. കായവും കുരുമുളകും മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വറുത്തെടുക്കണം. ഞാൻ പൊടിയായിട്ട് എടുക്കണോണ്ട് കായപ്പൊടിയും ചേർത്തു, കുരുമുളക് പൊടിയും ചേർത്തു, മുളക് പൊടിയും ചേർത്തു. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കായം ഒരു അര 1 ടീസ്പൂൺ. അപ്പൊ ജീരകമൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം തീ ഓഫ് ആക്കിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ബീട്രൂട്ടും പരിപ്പും തക്കാളിയും കൂടി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലത്തെ കുറച്ച് വെള്ളം, ആ വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തത് ഒരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളിക്ക് പുറമെ ഒരു അരിനെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും കൂടി പിഴിഞ്ഞിട്ട്, കാരണം കുറച്ചൊരു പുളി വേണമല്ലോ, പുളി പിഴിഞ്ഞതും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചതിന്റെ ബാക്കി വെള്ളം ഉണ്ടായിരിക്കും, ആ വെള്ളവും ചേർക്കുക. ആവശ്യത്തിനനുസരിച്ച് ഒരു 2-3 കപ്പ് എക്സ്ട്രാ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൊഴുപ്പ് കാരണം വല്ലാണ്ട് കൊഴുകൊഴുത്തനെ അല്ലല്ലോ രസം ഉണ്ടാവുക. അത് ലൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് തുടങ്ങണ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഫ്രഷ് ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള രസപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് തിളച്ച് വരുമ്പോൾ ഉള്ളൊരു വാസനയ്ക്ക് വ്യത്യാസമാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചു വെച്ച രസപ്പൊടി ചേർക്കാൻ. ഇത്രയേ ഉള്ളൂ. ശരിക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ 2 രീതിയിൽ ചെയ്യാം. മല്ലിയില നന്നായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വറുത്തിടാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ വറുത്തിടാം. ഞാനിപ്പോ വറുത്തിട്ടിട്ടില്ല കേട്ടോ. അതിന് പകരം മല്ലിയില ഇട്ടതിന് ഒന്ന് താത്തിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം കടുകൊക്കെ വറുത്തിടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. മല്ലിയില വേണ്ടാത്തവർക്ക് ഇതിന് പകരം കറിവേപ്പില ചേർക്കാം. വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ഈ ജീരകമൊക്കെ പൊടിക്കുമ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ വേവിച്ച് അരയ്ക്കുമ്പോൾ ചേർക്കാം. എന്തായാലും ഉണ്ടാക്കി വെക്കൂ.